ഹായ്, നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഏർലി പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന മിസ്റ്റേക്സുകളാണ്. അതിൽ ടോപ്പ് 5 കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. ഈ ടോപ്പ് 5 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ബാക്കി നമുക്ക് പാർട്ട് 2 ആയിട്ട് ഇടാം. അങ്ങനെ ആവശ്യമുള്ളവർ അത് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം നമ്മളുടെ ഏർലി പ്രഗ്നൻസിയിൽ 3 മാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഏർലി പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്നൊക്കെ അതിനെ പറയാം. അതിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സുകളുണ്ട്. ആ മിസ്റ്റേക്സുകൾ നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം നമ്മളത് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു ഹെൽത്തി പ്രഗ്നൻസി നമുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു 5 മിസ്റ്റേക്സ് നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ഫാർമസിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഒരു 2 കുട്ടികളുടെ അമ്മ എന്ന രീതിയിലും ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം നമ്മൾ പറയാൻ പോകുന്ന 5 മിസ്റ്റേക്സ് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ ഒഴിവാകും. അപ്പം നമ്മൾ നേരെ എന്തൊക്കെയാണ് അതിൻ്റെ മിസ്റ്റേക്സ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പം ഫസ്റ്റ് നമുക്ക് ഉണ്ടാവാൻ പോകുന്ന നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നതാണ് സെൽഫ് മെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. സെൽഫ് മെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആദ്യം നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഒരുപാട് പേര് നമുക്ക് മെഡിസിൻസിനെ പറ്റി അഡ്വൈസ് ഒക്കെ തരും അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബ്ലഡ് വെക്കാനുള്ള ഗുളികകളൊക്കെ നമ്മൾ കഴിക്കുന്നത്. ബ്ലഡ് വെക്കാനായിട്ട് ഗുളിക നമുക്ക് തരുന്നത് ഡോക്ടേഴ്സാണ്. ഈ ഡോക്ടേഴ്സിന് അറിയാം എപ്പോഴാണ് നമുക്ക് ബ്ലഡ് വെക്കാനുള്ള ഗുളിക, ഫോളിക് ആസിഡ് ഒക്കെ ആദ്യം തൊട്ട് തരുന്നവരുണ്ട്. അല്ലെങ്കിൽ ബ്ലഡ് വെക്കാനുള്ള ഗുളിക എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഡോക്ടേഴ്സിന് അറിയാം. അത് ഫസ്റ്റിലേക്ക് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിസ്കാരേജിനുള്ള ചാൻസസ് കൂട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെൽഫായിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. ഡോക്ടർ പറയുന്നതിനനുസരിച്ച് മാത്രം മെഡിക്കേഷൻസ് കഴിക്കുക. ബ്ലഡ് വെക്കാനുള്ള ഗുളിക കഴിച്ച് തലകറക്കം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് സിംറ്റംസ് കാണിച്ചതിന് ശേഷം ബ്ലഡ് ഓവർഡോസായിട്ട് ബ്ലഡ് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വരുന്നൊരു അവസ്ഥ അല്ലെങ്കിൽ ബ്ലീഡിങ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ളൊരവസ്ഥ പല സ്ത്രീകൾക്കും കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ എല്ലാ മെഡിസിൻസും നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പാരസെറ്റമോളൊക്കെ കഴിക്കാമെന്നല്ലാതെ മറ്റ് മെഡിസിൻസൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ നമ്മൾ ഡോക്ടറുടെ അഡ്വൈസ് ഇല്ലാണ്ട് കഴിക്കുന്നത് നമ്മുടെ കുട്ടിക്ക് ദ്രോഹമാണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ നല്ലതിനെന്ന് വെച്ച് ചെയ്യുന്നതായിരിക്കാം, പല അമ്മമാരും അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് ഒരിക്കലും നമ്മളുടെ കുട്ടിക്ക് നല്ലതിനായിരിക്കില്ല. നമ്മളുടെ യൂട്രസ് മെൻസ്ട്രേഷനായിട്ട് തയ്യാറെടുക്കുകയും ബ്ലീഡിങ് നമ്മളുടെ യൂട്രസ് വാളിൽ ബ്ലഡ് പുറന്തള്ളപ്പെടാൻ, അതുകൂടെ നമ്മളുടെ ഫസ്റ്റ് സ്റ്റേജിലുള്ള കുട്ടി എന്ന് പറയുന്നത് വളരെ ചെറുതല്ലേ, അതിൻ്റെ കൂടെ തന്നെ പുറത്തേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ദ ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് പ്രകാരം മാത്രം തന്നെയാണ് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു ലേഡി എന്ത് ചെയ്യേണ്ടത്, മെഡിസിൻസ് കഴിക്കേണ്ടത്. അത് ആദ്യത്തെ നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ആദ്യത്തെ 3 മാസമാണ്. ആ 3 മാസം വളരെ അധികമായിട്ട് നമ്മൾ സെൽഫ് മെഡിക്കേഷൻ അത് നമ്മൾ എന്ത് ചെയ്യണം, വേണ്ട എന്ന് തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ഫസ്റ്റ് തിങ് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ രണ്ടാമത്തെ റീസൺ അല്ലെങ്കിൽ രണ്ടാമതായിട്ട് നമ്മൾ ഒരുപാട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൺസ് ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഹെവി ലിഫ്റ്റ്. നമുക്ക് അറിയാം, ഫസ്റ്റ് നമ്മൾ ഡോക്ടറെ കൺസേൺ ചെയ്യുമ്പോഴായിട്ട് പറയുന്നൊരു കാര്യമാണ് ഭാരമുള്ള ഒന്നും എടുക്കരുത് എന്നുള്ളത് അല്ലേ. അപ്പം നമ്മൾ ഭാരമുള്ള സാധനങ്ങൾ നമ്മൾ ചില പ്രഗ്നൻ്റ് ലേഡീസ് ചെയ്യുന്നൊരു കാര്യമാണ്, എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന രീതിയിൽ കുറേ പണികളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും അല്ലേ നമ്മുടെ വീട്ടിൽ. പക്ഷേ നമ്മൾ ഹെവി ആയിട്ടൊരു സാധനം എടുക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ യൂട്രസ്, നമ്മൾ ഒരു സാധനം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും
നമ്മുടെ വയറ് എന്ത് ചെയ്യും, ഒന്ന് സ്ക്യൂസ് ചെയ്യും അല്ലേ. ഈ സ്ക്യൂസ് ചെയ്യുമ്പോൾ യൂട്രസ് വാളും ഓൾസോ അതെന്ത് ചെയ്യും, ഒന്ന് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ കുട്ടി ഒരിക്കലും ലാസ്റ്റത്തെ ആയിട്ട് കമ്പയർ ചെയ്യരുത്. വളരെ ഒരു ആപ്പിളിൻ്റെ കുരു പോലെ അത്രയേ ഉള്ളൂ കുട്ടി. അപ്പം ഇത് വളരെ സെൻസിറ്റീവാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതൊരു മിസ്കാരേജിനായിട്ട് പോസിബിലിറ്റി ഉള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കാതെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്കാരേജസിന് നമുക്ക് ഒരുപാട് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും എന്നതാണ് ഒരു കാര്യം. കാരണം നമ്മളുടെ ബോഡി നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനല്ല നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. നമ്മളുടെ കുട്ടിക്ക് വേണ്ടി നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവരെ പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ അടിപൊളിയാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനോ നമ്മളുടെ കുഞ്ഞിനെ നമ്മൾ ബലിയാടാക്കരുത് എന്നൊരു കാര്യമാണ് പറയാനുള്ളത്. അപ്പം അതാണ് സെക്കൻഡ് തിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അപ്പം ഹെവി വെയ്റ്റ്സ് നമ്മുടെ യൂട്രസിൽ സ്ട്രെയിൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് തിങ്ങിലേക്ക് നമുക്ക് കടക്കാം. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാ ഗേൾസും ചെയ്യുന്നൊരു കാര്യമാണ്. അതെന്ന് പറയുന്നതാണ് സ്ട്രെസ്സ്. ഞാൻ പ്രഗ്നൻ്റ് ആയി പോയല്ലോ, ഇനി 10 മാസം കഴിഞ്ഞ് കുഞ്ഞിനെ പ്രസവിക്കണമല്ലോ, അല്ലെങ്കിൽ എനിക്കിനി എന്തൊക്കെ സ്ട്രെസ്സാണ് ഈ 10 മാസത്തിനുള്ളിൽ നമ്മൾ എടുക്കേണ്ടി വരുന്നത് അല്ലേ. പ്രസവിക്കണം, ഛർദി, അതാണ് മെയിൻ കാര്യം. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വരുന്ന ഛർദി, ഇത് എനിക്ക് പറ്റുമോ, എനിക്ക് എന്താ പറയുക, കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റുമോ. ഒരു പക്ഷേ ചിലവർക്കൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പം നമ്മൾ വിചാരിച്ച് വന്നിട്ടുള്ളൊരു സംഭവമായിരിക്കില്ല. ഒരു എന്താ പറയുക, നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വന്നൊരു പ്രഗ്നൻസി ആയിരിക്കും. ഒരുപാട് പേർക്ക് ഡിപ്രഷനൊക്കെ ഉണ്ടാവാനായിട്ടുള്ളത് കാരണമായിട്ടുണ്ട്. ചിലപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസിയിൽ തന്നെ അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ വിചാരിച്ചില്ല, എൻ്റെ ഫസ്റ്റത്തെ കുട്ടി വളരെ ചെറുതാണ്, അപ്പോഴേക്കും രണ്ടാമത്തെ വന്നു, അപ്പോൾ അതൊക്കെ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ. പക്ഷേ നമ്മളുടെ എന്തോ ഒരു ഇതിൽ കുഞ്ഞിന് നമ്മൾ വയറിൽ ഉള്ളിലായിപ്പോയി. ഇനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാതെ അതിനെ ആ കുഞ്ഞ് നമ്മൾ പുറത്ത് വന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പോകുന്നത് ആ കുഞ്ഞിനെ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ സ്ട്രെസ്സുകളെയൊക്കെ മാറ്റി വയ്ക്കുക. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ആവശ്യമില്ലാത്ത സ്ട്രെസ്സ് അതെന്ത് ചെയ്യും, നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എന്ത് ചെയ്യും, മിസ്കാരേജിന് വരെ ചാൻസസ് ഉണ്ടാക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത തോട്ട്സ് ഒക്കെ നമ്മൾ മാറ്റി വെക്കാൻ ശ്രമിക്കാം. അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളുടെ മൈൻഡാണ് നമ്മുടെ ബോഡി കൺട്രോൾ ചെയ്യുക എന്നല്ലേ പറയാം. അപ്പം മൈൻഡ് റെഡിയാക്കിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ മാറിക്കിട്ടും എന്നാണ് നമ്മൾ ഡോക്ടേഴ്സ് ആയാലും ആരായാലും പറയുന്നത് അതാണ്. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി നെക്സ്റ്റ് തിങ് നമ്മൾ പറയാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ടുള്ള വേറൊരു കേസാണ്. പലരും അവോയ്ഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടിട്ടും അവോയ്ഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ കേസാണ്. അതെന്ന് പറയുന്നതാണ് നമ്മളുടെ സ്പോട്ടിങ്. സ്പോട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമുക്ക് കാണപ്പെടുന്ന ഒരു കാര്യമാണ്. ചെറിയൊരു ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ കേസിലും ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചിലപ്പം അത് മാറിക്കോളും അല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ നിന്നോളും എന്നുള്ളൊരു ധാരണ ഫസ്റ്റ് തിങ് കേട്ടോ. സെക്കൻഡ് ആയിട്ടുള്ള ചിലവർക്കാണ് പേടി. ഇതും കൊണ്ട് ഞാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നെ എന്തൊക്കെ ചെയ്യും, അത് അല്ലെങ്കിൽ വേറെ കോംപ്ലിക്കേഷൻസിലേക്ക് അവരത് പറഞ്ഞെത്തിക്കോ, അങ്ങനെ പല പല ചിന്തകൾ. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മൾ ഫസ്റ്റ് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നമ്മൾ ഡോക്ടേഴ്സിനെ കണ്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ആ മിസ്കാരേജ് ഒഴിവാക്കാനായിട്ട് പറ്റും എന്നതാണ് ഒരു എന്താ പറയുക ലാസ്റ്റ് തിങ്. പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്പോട്ടിങ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരെ ഡോക്ടറിനെ കാണുക. ചില മെഡിക്കേഷൻസ് കൊണ്ട് നമ്മുടെ ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാനും പറ്റും, ആ മിസ്കാരേജ് തടയാനായിട്ട് പറ്റും. അപ്പോൾ അത്രയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ എന്താ പറയുക 5 തിങ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം. ലാസ്റ്റ് പറഞ്ഞത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് സ്പോട്ടിംഗ് എന്ന് പറയുന്നത്.
പല മിസ്കാരേജിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് സ്പോട്ടിംഗ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ലോങ് വീഡിയോ ആദ്യമായിട്ടാണ് ഇടുന്നത്. പക്ഷേ ഇത് എന്നെ സംബന്ധിച്ചും അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് പ്രഗ്നന്റ് ലേഡീസിൻ്റെ ഒരു ഡൗട്ടും ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. നമുക്ക് ഇനി ഈ പ്രഗ്നൻസി ടൈമിൽ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. ഞാനതിന് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പം ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവരൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. കാര്യം നമ്മളുടെ പ്രഗ്നൻസി എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ജേണിയാണ്. അത് വളരെ നല്ല രീതിക്ക് തന്നെ പോകട്ടെ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. അപ്പം ഞാനൊരു ഫാർമസിസ്റ്റാണ്. അപ്പം ഒരുപാട് പേരുടെ ഒരു കൺസേൺ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നതിനോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, ഇങ്ങനൊരു വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഹെൽപ്പ് ആവും. അത് എനിക്കും കൂടി തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് തന്നെ ഇവിടെ ഇടുന്നത്. അപ്പോൾ ഞാനൊരു തുടക്കക്കാരിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ തുടക്കത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോഴായാലും ഒരുപാട് പ്രശ്നങ്ങൾ, അതൊക്കെ